ഹായ് പ്രിയ കൂട്ടുകാരെ, എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ കുറച്ച് ചക്കക്കുരു കിട്ടിയായിരുന്നേ. ആ ചക്കക്കുരു കൊണ്ട് ചക്കക്കുരും പച്ചമാങ്ങ, രണ്ട് ചെറിയ പച്ചമാങ്ങ ചെറുതാണെങ്കിൽ അതിനാവശ്യത്തിനുള്ള പുളിയുണ്ട് കേട്ടോ. അമിതമായിട്ടുള്ള പുളിയല്ല, എന്നാൽ തീരെ കുറവുമില്ല, ആവശ്യത്തിനുള്ള പുളിയുണ്ട്. ഇത് രണ്ടും വെച്ച് ഞാനിന്നൊരു ഉടകറിയാണ് വെക്കാൻ പോകുന്നത്. എല്ലാവർക്കും നല്ല ടേസ്റ്റായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടാനാണ് ഇത് ഉണ്ടാക്കുന്നത്. ഈ ഒരു കൂട്ടാൻ മാത്രം ഉണ്ടെങ്കിൽ നമുക്ക് ചോറ് ധാരാളമായിട്ട് കഴിക്കാം. ഇത് ചോറിന് പറ്റിയ കറിയാണ് കേട്ടോ. മറ്റേ ദോശയ്ക്കോ ഇഡലിക്കോ ഒന്നിനും നമ്മൾ ഈ കറി എടുക്കുന്നതല്ല. അതിനാവശ്യമായിട്ട് എടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് കുറച്ച് തേങ്ങ, വളരെ കുറച്ച് തേങ്ങ മതി കേട്ടോ. ഇത് കുറച്ച് ചക്കക്കുരുവേ ഉള്ളൂ, അതുകൊണ്ട് വളരെ കുറച്ച് തേങ്ങ, 2 അല്ലി വെളുത്തുള്ളി, ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 4 പച്ചമുളക്, ഒരു 2-3-4 ചെറിയ ഉള്ളി, കുറച്ച് ജീരകം, നല്ല ജീരകം. ഇതിത്രയാണ് ഇതിനാവശ്യമായിട്ടുള്ള കൂട്ടുകൾ. ഇത് നമുക്ക് ചെയ്യേണ്ടത് ഒന്നിൽ അമ്മിയിൽ വെച്ച് അവിയലിൻ്റെ പരുവത്തിന് അരച്ചെടുക്കുകയോ അല്ലെങ്കിൽ മിക്സിയിലിട്ട് അവിയലിൻ്റെ പരുവത്തിന് അരച്ചെടുക്കുകയോ ചെയ്യാം. ഇത് ചക്കക്കുരു നമുക്ക് വൃത്തിയാക്കി വേവിച്ചെടുക്കാമേ. ചക്കക്കുരു വേവിച്ചെടുത്തിട്ട് കാണാം. ചക്കക്കുരു എല്ലാം തൊലി കളഞ്ഞ് അതിൻ്റെ പാടയും ഒക്കെ കളഞ്ഞിട്ടുണ്ട്. പാട ഇരുന്നാലും കുഴപ്പമില്ല, പാട ഇരിക്കുമ്പോൾ നമുക്ക് ഗ്യാസ് കൂടുതലുണ്ടാകത്തില്ല എന്നാണ് പറയുന്നത്. ചക്കക്കുരു ഗ്യാസുള്ള ഒരു ഐറ്റം ആണല്ലോ. അപ്പോൾ അതിൻ്റെ ചുവന്ന പാട ഇരിക്കുമ്പോൾ ഗ്യാസ് അധികം കാണത്തില്ല എന്നാണ് കേൾവി. എനിക്കതിനെക്കുറിച്ചുള്ളത് കൂടുതലായിട്ട് അറിയത്തില്ല. എന്തായാലും ഞാൻ പാടയൊക്കെ കളഞ്ഞിട്ടുണ്ട്. അത് പെട്ടെന്ന് ചെറുതായിട്ട് മുറിക്കാം. നമ്മൾ ചട്ടിയിലാണ് വേവിക്കുന്നതെങ്കിൽ ചെറുതായിട്ട് മുറിച്ച് വേവിക്കാമേ. ഞാനിതെല്ലാം രണ്ടായിട്ടാണ് പൊളർന്നിട്ടേക്കുന്നത്. എന്നിട്ട് അത് ഞാനെല്ലാം കൂടി കുക്കറിലോട്ട്, ഒരു ചെറിയ കുക്കറിലിട്ട് വേവിച്ചെടുക്കാനാണ് പോകുന്നത്. ഈ സമയം നമ്മൾ മാങ്ങ ചേർക്കാറില്ല. മാങ്ങ ചേർക്കുന്ന സമയം ഞാൻ കാണിക്കാം. കുക്കറിൽ കഴുകി വാരിയ ചക്കക്കുരു ഇട്ടിട്ട് കുറച്ച് വെള്ളമാണ് ചേർത്തിരിക്കുന്നത്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊരു 3-4 വിസിൽ കേൾപ്പിക്കാം. അപ്പം നല്ല വെന്ത് കിട്ടും കേട്ടോ. ശരി, ഇതൊന്ന് വേവിച്ചെടുക്കാം. ഈ വേവിക്കുന്ന സമയം നോക്കി നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന അരപ്പുകൾ മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കാമേ. നമ്മുടെ ചക്കക്കുരു വെന്ത് കിട്ടിയിട്ടുണ്ട്. അത് ഞാനിനി ഒരു ചട്ടിയിലോട്ടാണ് മാറ്റുന്നത്. ചട്ടിയിൽ വെച്ച് വേവിച്ചെടുക്കുന്നതാണ് ഇഷ്ടം. പക്ഷെ സമയക്കുറവ് കാരണം ഞാനിന്ന് കുക്കറിൽ വെച്ചെന്നേ ഉള്ളേ. ചക്കക്കുരു വേവുന്ന സമയത്ത് തന്നെ ഞാൻ എടുത്ത ആ 2 മാങ്ങയെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. മാങ്ങ ഏത് ഷേപ്പിൽ വേണമെങ്കിലും അരിഞ്ഞെടുക്കാം. ഒരുപാട് കട്ടിയായിട്ട് എടുക്കാതെ പെട്ടെന്ന് വെന്ത് കിട്ടുന്നതിന് വേണ്ടി, നമുക്ക് സമയം ലാഭത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചേക്കുന്നത്. അത് നമുക്ക് ഈ അരച്ച് വെച്ചേക്കുന്ന അരപ്പ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അരപ്പിന് മുകളിലായിട്ട് മാങ്ങ ചേർത്ത് കൊടുക്കാം. അരപ്പ് അരച്ചതിന് ശേഷം ആ മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളം കൂടെ എടുത്തിട്ടുണ്ട്. നമ്മൾ വെച്ച ചക്കക്കുരു, മാങ്ങ, അരപ്പ് എല്ലാം കൂടി ഒന്ന് ഇടയ്ക്കൊരു മാങ്ങ വേകാറായിട്ടുണ്ട്. വേകുന്നതിന് മുമ്പായിട്ടൊന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കണം കേട്ടോ. ഈ ഇളക്കി കൊടുക്കുന്ന സമയം തന്നെ അവരവരെ ആവശ്യത്തിനുള്ള ഉപ്പ് മതിയൊന്നും കൂടി നോക്കുക. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണേ. ഇത് ശകല നേരം കൂടി ഇരിക്കേണ്ടി വരും. മാങ്ങ ഏകദേശം ആയിട്ടുണ്ട്. ഇതായതിന് ശേഷം നമുക്ക് എല്ലാം കൂടെ ഒന്ന് ഉടച്ചെടുക്കാനുണ്ട്. ഇത് നമ്മുടെ ചക്കക്കുരു മാങ്ങയൊക്കെ റെഡി ആയിട്ടുണ്ട്. അത് നന്നായിട്ട് ഞാനൊന്ന് ഉടച്ച് വെച്ചിട്ടുണ്ട്. ചക്കക്കുരു ശരിക്കും നന്നായിട്ട് ഉടയണമെന്നൊന്നുമില്ല. നമുക്ക് ചോറിൻ്റെ കൂടെ ഇങ്ങനെ കുഴയ്ക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് കടിക്കാൻ കിട്ടുന്നത് നല്ലതാണ്. പിന്നെ കുട്ടികൾക്കൊക്കെ ഇത് ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് നന്നായിട്ട് ഞാനൊന്ന് ഉടച്ചെടുക്കുന്നത്. ഇതിപ്പോഴും നല്ല ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് ചോറ് തിന്നാൻ ഇതിനോടൊപ്പം വേറെ കറികളൊന്നും വേണ്ട. ചെറിയൊരു പുളിയും നല്ലൊരു അരപ്പിൻ്റെ ഒരു ടേസ്റ്റും ചക്കക്കുരുൻ്റെ ഒരു ടേസ്റ്റും എല്ലാം കൊണ്ടും നല്ല കറിയാണ്. എല്ലാവരും ഇതൊന്ന് ശ്രമിക്കും. ഇനി ഇതിലോട്ട് ഞാൻ കടുക് വറുത്ത് ഒഴിക്കണം. അതിലേക്ക് ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്.
വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് വറുത്താലേ നല്ല ടേസ്റ്റാണ് ഈ കറിക്ക്. വെളിച്ചെണ്ണ ഇല്ലാത്തവർക്ക് മറ്റ് ഓയിലുകളും ചേർക്കാം. വെളിച്ചെണ്ണയുടെ അത്രയും ടേസ്റ്റ് കിട്ടത്തില്ലെന്നേ ഉള്ളൂ. കടുക് പൊട്ടി ഇനി അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചേക്കുന്ന ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ഉള്ളി ഏകദേശം മൂത്തിട്ടുണ്ട്. ഒപ്പം ഇതിലേക്ക് 3-4 വറ്റലും കൂടെ മുറിച്ചിട്ട് കൊടുക്കുന്നത്. കുറച്ച് കരിവേപ്പില, ഒക്കെ ഇത് റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ചക്കക്കുരു മാങ്ങ ഉടച്ചത് റെഡി ആയിട്ടുണ്ട്. ചക്കക്കുരു മാങ്ങയും കൂടെ ഉടച്ച് റെഡി ആയിട്ടുണ്ട്. കടുക് പൊട്ടിച്ചിട്ടുണ്ട്. ഇതിനി നമുക്ക് മറ്റൊരു ബൗളിലേക്ക് മാറ്റിയേക്കാം. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വെജിറ്റേറിയൻകാർക്ക് ഏറ്റവും ബെസ്റ്റ് കൂട്ടാനാണ് ഈ കൂട്ടാൻ. മീനോ ഇറച്ചിയോ ഒന്നിൻ്റെ ആവശ്യമില്ല. വെജിറ്റേറിയൻകാർ പ്രത്യേകിച്ചും ചോറിൻ്റെ കൂടെ ഈ കറി വെച്ച് കഴിക്കാവുന്നതാണ്. വെജിറ്റേറിയൻ എന്നല്ല, നോൺ വെജ് കഴിക്കുന്നവർക്കും ഇത് ബെസ്റ്റ് ഒരു കൂട്ടാനാണ് കേട്ടോ. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ് ചെയ്യാനും മറക്കരുത്.